ഹായ് ഓൾ, എല്ലാവർക്കും ക്രിക്ക് ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 2020 പരമ്പരയിലെ അവസാനത്തെ മത്സരം അരങ്ങേറുവാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ലോകം മുഴുവനും ഇനി തിരുവനന്തപുരത്തേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, മലയാളികൾ പ്രത്യേകിച്ച് സഞ്ജു സാംസൺ എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരത്തിൽ ഇറങ്ങുമോ എന്നതാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഇറങ്ങുമോ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, സഞ്ജു ഒരു ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ ഒരു ടിക്കറ്റ് അടക്കം ഇത്രയും വേഗത്തിൽ വിറ്റുപോകാനും കാരണമായത്. അപ്പോൾ സഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് ഫാൻസ് ലോകമെമ്പാടുമുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായിട്ട് ആളുകൾ ഒട്ടനേകം ആളുകളുണ്ട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ സഞ്ജുവിൻ്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ഒതുങ്ങുന്ന രീതിയിലായിരുന്നില്ല ഒരിക്കലും അല്ലേ. കാരണം ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ഒരു 10 റൺ മാത്രമാണ് എടുത്തത്, രണ്ടാമത്തെ മത്സരത്തിൽ 6 റൺ എടുത്തു, മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹം ഗോൾഡൻ ഡക്കായി, നാലാമത്തെ മത്സരത്തിലാണ് ഒരു അല്പമെങ്കിലും മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 15 ബോൾ 24 റൺ. പക്ഷേ അത് സഞ്ജു എന്ന ഒരു കളിക്കാരനെ സംബന്ധിച്ചുള്ള ഒരിക്കലും അത് ആരാധകർക്ക് തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ടീമിന് തൃപ്തിയാകുന്ന ഒരു സ്കോർ അല്ല ഒരിക്കലും. കാരണം നമുക്കറിയാം സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസ് എന്താണ്, സഞ്ജു എന്ന പ്രതിഭ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അദ്ദേഹം 3 സെഞ്ചുറി ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ്. മാത്രമല്ല, കാര്യവട്ടത്ത് അദ്ദേഹത്തിന് വളരെ നല്ലൊരു റെക്കോർഡാണ് ശരിക്കും ഉള്ളത് അല്ലേ. കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിൽ കൊച്ചി ടീമിന്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ടീമായ കൊച്ചി ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം കാര്യവട്ടത്ത് 2 50യും 1 സെഞ്ചുറിയും അടക്കം വളരെ നല്ലൊരു മികച്ച റെക്കോർഡാണ് കാര്യവട്ടത്തുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജു എന്തായാലും ടീമിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് കളിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ടീം മാനേജ്മെൻറ്റിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, ക്യാപ്റ്റന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു വിശ്വാസം കാക്കാനായിട്ട് സഞ്ജു തീർച്ചയായിട്ടും പ്ലേയിങ് 11-ലുണ്ടാവും. കാര്യവട്ടത്തെ കാര്യക്കാരൻ സഞ്ജു ആയിരിക്കുമോ, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ന്യൂസിലൻഡിനെ ഒരു കാലത്ത് ഇന്ത്യക്ക് 2020 പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. പിന്നീട് അത് മാറി ന്യൂസിലൻഡ് ഇന്ത്യ പരാജയപ്പെടുന്നു. കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ അവർ ഏകദിന പരമ്പര നേടുന്നു. അതിനുശേഷം 2020 പരമ്പരയിൽ 3-0 ഇന്ത്യ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് 4ാമത്തെ മത്സരം അതിശക്തമായിട്ട് ന്യൂസിലാൻഡ് തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ന്യൂസിലാൻഡിനെ സംബന്ധിച്ചുള്ള അവർക്ക് വേൾഡ് കപ്പിന് മുന്നേയായിട്ട്, ഇന്ത്യക്ക് ന്യൂസിലാൻഡിന് വേൾഡ് കപ്പിന് മുന്നേയായിട്ട് അവരുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള ഒരു പരമ്പരയായിട്ടാണ് നമ്മൾ ഈ ഒരു പരമ്പരയെ കാണുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ മത്സരം ജയിച്ചതുകൊണ്ട് തന്നെ അവർ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയെ നേരിടുന്നത്. അപ്പം ന്യൂസിലാൻഡിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ചെറിയൊരു പരീക്ഷണം നടത്തിയിരുന്നു. അതായത് 5 ജെനുവിൻ ബോളേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു പ്ലെയിൻ 11 തയ്യാറാക്കിയത്. ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു പ്ലെയർക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു 5 ബോളേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു പ്ലെയിൻ 11 തയ്യാറാക്കിയത്. പക്ഷേ അത് തികച്ചും ഒരു പരാജയ പരീക്ഷണമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം 215 എന്നുള്ളത് വളരെ മികച്ച ഒരു സ്കോർ ന്യൂസിലൻഡ് നേടുകയും ഇന്ത്യക്ക് പക്ഷേ ചേസ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യക്ക് ആകെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത് ശിവൻ ദുബെ മാത്രമാണ് അല്ലേ. ബാക്കി എല്ലാവർക്കും തന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അപ്പം ഇന്ത്യയുടെ ഒരു ബോളിംഗ് സൈഡും വളരെ സ്ട്രോങ് ആണ്, ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജുവും കൂടി ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭയ്ക്കൊത്ത് ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ നല്ലൊരു ബാറ്റിംഗ് സൈഡായിട്ട് മാറും. നമുക്കറിയാം, അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാസ്റ്റ് ഇന്നിങ്സാണ് ഇന്ത്യയെ എപ്പോഴും പവർ പ്ലേകളിൽ ഉൾപ്പെടെ വളരെ ഉയർന്ന സ്കോറിലേക്ക് എത്തുക. അത് ആ പവർ പ്ലേയിലടക്കം അദ്ദേഹം നേടുന്ന ആ ഒരു റൺസാണ് ഇന്ത്യനെ ആ ഒരു അവസാനം വരെ ആ ഒരു ഫിനിഷിംഗ് റോഡിലേക്ക് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് പോലും ആ ഒരു ഫ്ലോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. വളരെ മികച്ചൊരു ടോട്ടലിലേക്ക് ഇന്ത്യക്ക് എത്തുവാനും സാധിക്കും. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേരുന്ന ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് എത്രത്തോളം സ്കോർ ചെയ്യുന്നു അതനുസരിച്ച് ബാക്കി പിന്നാലെ വരുന്ന ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, അങ്ങനെയുള്ള എല്ലാ പ്ലെയേഴ്സും വളരെ വേഗത്തിൽ സ്കോർ ഉയർത്താനായിട്ട് ശേഷിയുള്ള പ്ലെയേഴ്സാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നമ്മുടെ വജ്രായുധമായിട്ടുള്ള ബോളിങ്ങിൽ ബുംറയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉറപ്പായിട്ട് ഇന്ത്യക്ക് നല്ലൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, വേൾഡ് കപ്പിലും ഈ പ്രാവശ്യം ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിലും ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഇന്ത്യക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു മത്സരം ഇന്നിവിടെ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുമെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കളി കാണുവാനായിട്ടുള്ളൊരു അവസരമാണ് തിരുവനന്തപുരത്ത്. സഞ്ജു സാംസണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, IPL അദ്ദേഹത്തിൻ്റെ തട്ടകം രാജസ്ഥാൻ എന്ന തട്ടകത്തിൽ നിന്ന് മാറി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗമായി. അപ്പോൾ കൂടുതലായിട്ടും ഒരു തമിഴ്
ആളുകളുടെ ഒരു പിന്തുണ കൂടി സഞ്ജുവിന് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം തിരുവനന്തപുരം എന്ന് പറഞ്ഞ ജില്ല നമുക്കറിയാം തമിഴ്നാടിനോട് ശേഷം ചേർന്ന് നിൽക്കുന്ന ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാടിനടക്കം ഒരുപാട് ആളുകൾ സഞ്ജുവിൻ്റെ ഒരു പ്രകടനം കാണുവാനായിട്ട് ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സഞ്ജു ആയിരിക്കുമോ കാര്യവട്ടത്തെ കാര്യക്കാരെന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും സഞ്ജു ഫാൻസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ മാച്ച് ആരായിരിക്കും ജയിക്കുക, ഇന്ത്യ ജയിക്കുമോ, അതുപോലെ തന്നെ കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിൽ കളി കാണാനായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. എല്ലാവർക്കും നമ്മുടെ ഈ മാച്ച് തീർന്നതിന് ശേഷം ഇതിൻ്റെ ഒരു അവലോകനമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.